എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ മാമ്പഴക്കാലത്തെക്കുറിച്ചാണ്. ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം രസകരമായ ചില കൗതുകകരമായ വാർത്തകൾ നിങ്ങളെ അറിയിക്കാനാണ്. എൻ്റെ വീട്ടിനോട് ചേർന്ന് 2 മരങ്ങൾ മാമ്പഴ മരങ്ങളുണ്ട്. നല്ല രീതിയിൽ അതിന് ഫലവും കിട്ടുന്നുണ്ട്. ഒത്തിരി മാങ്ങയുണ്ട്. ഈ രാവിലെ ഞങ്ങൾ ഉണരുന്നത് തന്നെ ഈ ഒരു പ്രത്യേകതരം സൗണ്ടൊക്കെ കേട്ടാണ്. അത് സൗണ്ട് എന്ന് വെച്ചാൽ ഈ അണ്ണാന്മാരുടെ ഈ അണ്ണാന്മാർ ഈ മരങ്ങളിൽ കയറി നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുക. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കഴിച്ച് അത് കുറച്ച് ഹൈറ്റുള്ള മരമാണ്. ഇവനാണ് മുകളിൽ കയറും. അതിപ്പോൾ ഞങ്ങൾക്ക് അത്ര അതിന് പ്ലഗ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈവൻ ദോ ഇവൻ കഴിച്ച് ചില മാങ്ങകൾ ടച്ച് ചെയ്യുമ്പോൾ വലിയ മാങ്ങ ഭാരം കൂടുകയാണെങ്കിൽ അത് തറയിൽ പതിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ലൊരു സൗണ്ടാണ്. നല്ല കിരി നല്ല ഈ എണ്ണാൻ്റെ സൗണ്ട് കേൾക്കില്ല. ഇങ്ങനെ ഈ ചീളുകൾ കയറുന്ന ഒരു പ്രത്യേകതരം സൗണ്ട്. എനിക്ക് വലിയ രസമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഏതാണ്ട് ഒരു ഏർലി മോർണിംഗ് ഒരു 5:30-6 അതിങ്ങനെ ശ്രദ്ധിക്കാൻ ഞാൻ വീട്ടിൻ്റെ ആ ഭൂമുഖത്തിരിക്കാറുണ്ട്. ഇതിങ്ങനെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ ഏതാണ്ട് വെളിച്ചമാകുമ്പോൾ പിന്നെ ഈ മാവിൻ്റെ ചോട്ടിൽ കാണുന്നത് കുറേ കാക്കകളാണ്. ഒത്തിരി കാക്കകളാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അണ്ണാൻ കൊത്തിയിരുന്ന മാങ്ങ കൊത്തി കഴിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഏതാണ്ട് ആവറേജ് ഒരു 2 മാസം 2.5 മാസം ഞങ്ങളുടെ പറമ്പിൽ അണ്ണാന്മാരുടെയും പക്ഷികളുടെയും കാക്കയുടെയൊക്കെ ഒരു കേന്ദ്രമായിരിക്കും. വളരെ സന്തോഷമാണ്. അവർക്ക് ആ സീസൺ അറിയാം. അവർ വരും, ആ രസത്തെ ശരിക്കും അങ്ങോട്ട് ഭക്ഷിക്കും. അപ്പോൾ ഞങ്ങൾ ആ പറമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരു 2 ബക്കറ്റ് ഏതാണ്ട് 2.5 ബക്കറ്റ് വരെ ഈ മാങ്ങ, വേസ്റ്റായ മാങ്ങ ഞങ്ങൾ കളക്ട് ചെയ്ത് കളയും. അത് നിക്ഷേപിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റും. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണിത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും വലിയ കൗതുകം തോന്നിയത് ഈ മരം മാവ് വെച്ചത് മാങ്ങ നമുക്ക് ഭക്ഷിക്കണമെന്നുള്ള ഉദ്ദേശം തന്നെയാണ്. എല്ലാവർക്കും ആവശ്യമുള്ളതാണല്ലോ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ തോന്നുന്ന ഏറ്റവും വലിയ കൗതുകം, നമ്മക്കാലും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ അണ്ണാന്മാരും മറ്റു പക്ഷികളുമാണ്. റിയൽ നമ്മളൊന്ന് ചിന്തിച്ചാലേ അതിൻ്റെ സുഖം അറിയാൻ പറ്റുള്ളൂ. ഇനി അത് പക്ഷികളും നമ്മുടെ കാക്കളും അണ്ണാന്മാരുടെയൊക്കെ ഒരിതാണ്. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൂടെ പറയാം. ഇവൻ പൂത്ത് ഏതാണ്ട് ഒരു 2-3 ആഴ്ച ആകുമ്പോൾ തന്നെ ഈ കണ്ണിമാങ്ങ ഏതാണ്ട് നമുക്ക് ലഭിക്കാൻ തുടങ്ങും. അപ്പോൾ കണ്ണിമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണിമാങ്ങ അച്ചാറായി മാറ്റും. പിന്നെ തന്നെ ഈ കണ്ണിമാങ്ങ ഈ ചമ്മന്തി, അത് എല്ലാ ദിവസവും വീട്ടിലെ കഞ്ഞി കുടിക്കാനാണെങ്കിലും ഉച്ചയ്ക്ക് ഫുഡിനാണെങ്കിലും അത്താഴത്തിനുള്ള കഞ്ഞിയും പയറിനോടൊപ്പം ഇവനും കാണും. നല്ല സ്വാദുള്ളതാണ്. കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റോ മറ്റേ ഫെർട്ടിലൈസറൊന്നും ഇല്ലാതെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഫലമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പ്രത്യേകമായി പറയാനുള്ളത്, ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും. നാട്ടിൽ ഉള്ളവർ പറ്റിയാൽ അടുത്തുള്ള അഗ്രികൾച്ചർ സെൻറ്ററിൽ പോയി വളരെ വേഗം ഫലം തരുന്ന 1-2 മാന്തൈകളും പ്ലാവുകളും വാങ്ങി നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നടുക. അത് വളരെ വേഗം കായ്ക്കുന്ന മരങ്ങളുമുണ്ട്. പറഞ്ഞാൽ അവർ ഗൈഡൻസ് ചെയ്തു തരും. അവനെ ശരിക്കും നമ്മൾ ഒന്ന് വളർത്തിയെടുത്താൽ അതിൻ്റെ ഫലം വന്നു തുടങ്ങുമ്പോൾ ഏതാണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കുമൊക്കെ
നമുക്കത് ഭക്ഷിക്കാൻ കൊടുക്കാൻ സാധിക്കും. മോസ്റ്റ്ലി ഇപ്പോൾ വീട്ടിൽ ഉള്ള കുട്ടികളൊക്കെ മോസ്റ്റ്ലി ആരെങ്കിലുമൊക്കെ പുറത്ത് കാണും. ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കളാണ് ഏതാണ്ട് ഐ തിങ്ക് 3 പേർ പുറത്താണ്. അതിൽ ഒരു മോൾ വന്നവർ ജപ്പാനിലാണ്. അവിടെ അവർ പറഞ്ഞത് ഒരു മാങ്ങയ്ക്ക് ഏതാണ്ട് 500 yen ആകുമെന്നാണ്. ഐ ഡോണ്ട് നോ, മേ ബി 250 രൂപ ആയിരിക്കും ഇന്ത്യയുടെ ഒരു മാങ്ങയ്ക്ക് കിട്ടുന്നത്. അവരെപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും മാവിലെ മാങ്ങ എങ്ങനെയാണ്, നല്ല പിടിച്ചോ, എങ്ങനെയാണ്. ഭയങ്കര സന്തോഷം, അവർക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ ആ മാവിൻ്റെ ആ മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. ദേ ഫീൽ വെരി ഹാപ്പി. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഈ സീസൺ കഴിഞ്ഞിരിക്കും. എങ്കിൽ തന്നെയും ഇവിടെ ആ മാങ്ങ അച്ചാറൊക്കെ അവർക്കായി തയ്യാർ ചെയ്ത് വച്ചേക്കും. ഇനി ഈ നല്ല രീതിയിൽ നമുക്ക് ഈ മാങ്ങ ഉണ്ടായാൽ ഉണ്ടാകുന്ന മറ്റൊരു സന്തോഷം, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റോ നമ്മുടെ ബന്ധുജനങ്ങളോ വന്നാൽ അവർക്ക് നമ്മുടെ മാവിൽ കിട്ടുന്ന മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് അവർക്കൊന്ന് കൊടുത്താൽ അവർക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും. പറയാം ഇത് ഞങ്ങളുടെ മാവിൽ നിന്നും ഉള്ള മാങ്ങയാണ്, അവർക്ക് ഇഷ്ടപ്പെടും. ഒപ്പം അവർ യാത്രയായി പോകുമ്പോൾ ഒരു 5 മാങ്ങ ഒരു കവറിലിട്ട് ഇത് നിങ്ങൾ വീട്ടിൽ കയറിയ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അവർക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഒരിക്കലും അവർ മറക്കില്ല. അവർ എപ്പോഴും ഓർക്കും. അവരുടെ കുട്ടികൾക്കൊണ്ട് മാങ്ങ കൊടുക്കിയത് എവിടെ നിന്ന് കിട്ടിയാൽ ഇന്ന അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുവിൻ്റെയോ അല്ല സുഹൃത്തിനോ അവരത് ഓർമ്മ വച്ചേക്കും. ഈ ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. ചില ചരിത്രപരമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ നിലനിന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അതിനു വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. തിരക്ക് പിടിച്ച ജീവിതമാണ്. എങ്കിൽ തന്നെയും ഈ തിരക്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വൃക്ഷമെങ്കിലും വീട്ടിൻ്റെ പരിസരത്ത് നട്ടു വളർത്താൻ ശ്രമിക്കുക. അത് വളരെ നമുക്ക് ഒരു കൗതുകകരമായ ഒരു കാര്യമാണ്. നമുക്ക് വളരെ സന്തോഷം തോന്നും. എന്ത് തന്നെ 2-3 വർഷം ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയി അവിടെ മറ്റു സ്വയം പഴുക്കാതെ മാവിനെ മാങ്ങ പറിക്കുകയും മറ്റു രാസവസ്തുക്കളിട്ട് പഴുപ്പിച്ച് പ്രത്യേക ഒരു കളർ ആക്കി കിട്ടുന്ന മാങ്ങകളാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. നല്ല വിലയും കൊടുക്കണം, വില കൊടുക്കാം. പക്ഷെ നമുക്ക് കിട്ടുന്നത് ശരിക്ക് മാവിൽ നിന്നും പഴുത്ത മാങ്ങകളല്ല. അതുകൊണ്ട് പല ദോഷങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ടാകും. എങ്കിൽ തന്നെയും ഒരു വർഷം 2-2.5 മാസം നമ്മൾ കഴിക്കുന്ന ഈ മാങ്ങ, നമ്മുടെ പറമ്പിൽ നിന്ന് മാങ്ങയോ ചക്കയോ ഇതെല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാതെ നാം തന്നെ വളർത്തുന്ന വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2.5 മാസം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത, കലർപ്പില്ലാത്ത, ഫെർട്ടിലൈസ് ഉപയോഗിക്കാത്ത പഴവർഗ്ഗങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനെങ്കിലും നമുക്കുണ്ടാകും. സോ എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി പറയുന്നു, സാധിച്ചാൽ ഇന്നോ നാളെയോ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒഴിവുള്ള സമയം ഇത് പ്രത്യേകം ഒരു പ്രോജക്റ്റായി എടുത്ത് 2-3 വൃക്ഷത്തൈകൾ വീട്ടിൻ്റെ പരിസരത്ത് വയ്ക്കുക. തെങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. തെങ്ങ് എല്ലായിടത്തും ഉണ്ട്. കാരണം തെങ്ങ് ഒത്തിരി ഹൈറ്റ് ആകുമ്പോൾ നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ പറിച്ചെടുക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു രസമായിരിക്കും. നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഒരു മാങ്ങയോ അല്ലെങ്കിൽ ഒന്ന് ചട്നി ഉണ്ടാക്കണം, മാങ്ങാക്കറി ഉണ്ടാക്കാം. നല്ല പഴുത്ത മാങ്ങ വെച്ച് മാങ്ങാക്കറി വയ്ക്കാൻ എന്തൊരു സ്വാദാണ്. നമുക്ക് അങ്ങനെയുള്ള സ്വാദുള്ള മാങ്ങാക്കറി ഒന്നും ഹോട്ടലിൽ നിന്ന് കിട്ടാറില്ല. നമുക്ക് വീട്ടിൽ വച്ച് നമുക്ക് കിട്ടുന്നത് എന്തോ ഒരു ഗുണമായിരിക്കും. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ വച്ച് പിടിച്ചാൽ നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ വിദേശങ്ങളിലാണെങ്കിൽ അവർ വരുമ്പോൾ, അവർ ആ സീസൺ സമയത്താണ് വരുന്നെങ്കിൽ
അവർക്ക് എന്തോ ഒരു ആനന്ദമായിരിക്കും, എന്തോ ഒരു സന്തോഷമായിരിക്കും. ആ പറമ്പിൽ കിട്ടുന്ന അവർക്ക് ആ റിയൽ ആ മാവിൽ നിന്നും പറിച്ച് അവർക്ക് കഴിക്കാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടെങ്കിൽ ഓൾവേസ് അവർ സന്തോഷമുള്ളവരായിരിക്കും. ഒപ്പം നമ്മളും അവർക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ളൊരു ഫലങ്ങൾ കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യണം. ഇതൊന്നുമല്ല, അത് സ്വയമേ അങ്ങ് വളർന്നു പോകും. കൂടുതൽ അതിന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. സോ എല്ലാവരും വീട്ടുപറമ്പിൽ 1-2 വൃക്ഷങ്ങൾ പിടിപ്പിക്കുക, അതിനെ വളർത്തുക. 2-3 വർഷത്തിൽ അതിൻ്റെ ഫലം സൃഷ്ടിക്കും, നമുക്ക് എടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഈ എല്ലാ വീടുകളിലും ഒരു നല്ല മാമ്പഴം കിട്ടുന്ന 1-2 തൈകൾ വയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.